ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിൽ വിവാദങ്ങൾ വിട്ടൊഴിയാത്ത ഒരു ടീമുണ്ടെങ്കിൽ അത് അർജന്റീനയാണ്. അർജന്റീനയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല ഫൈനൽ മത്സരത്തിന് ശേഷവും വിവാദങ്ങൾക്ക് പഞ്ഞമില്ല. അതായത് ഫൈനൽ മത്സരത്തിന് ശേഷം പല അർജന്റീൻ താരങ്ങളും സ്പാനിഷ് താരങ്ങളെ ആക്രമിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഫിഫ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ മാധ്യമമായ സ്കൈ സ്പോർട്സ് ആണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് അർജന്റീന താരങ്ങൾക്കെതിരെ ഫിഫ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഒന്നാമത്തെ താരം അത് ലിയാൻഡ്രോ പരേഡസ് ആണ്. എറിക് ഗാർഷ്യയുടെ കഴുത്തിന് അദ്ദേഹം പിടിച്ചു, ഗാവിയെ അദ്ദേഹം ഇടിച്ചു. അതിൻ്റെ പേരിലാണ് പരേഡസിന് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടേണ്ടി വരുന്നത്. രണ്ടാമത്തെ താരം നഹുവേൽ മൊളീന, റോഡ്രിയെ അദ്ദേഹം ഇടിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത് നഹുവേൽ മൊളീനയാണ്. മൂന്നാമത്തേത് സ്കലോണിയുടെ അസിസ്റ്റന്റായ റോബർട്ടോ അയാള. ഡാനി ഓൽമോയുടെ മുഖത്ത് ഇടിച്ചത് റോബർട്ടോ അയാളയാണ്. അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. റഫറിയുടെ റിപ്പോർട്ടുകളാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി പരിശോധിക്കുക. കൂടാതെ മത്സരത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളുടെ വീഡിയോ ഫൂട്ടേജുകൾ അവർ പരിശോധിക്കും. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഫിഫയുടെ അച്ചടക്ക കമ്മിറ്റി എടുക്കുക. ഏതായാലും അർജന്റീൻ താരങ്ങൾക്ക് പണി കിട്ടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വിലക്കും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.